നമസ്കാരം, എല്ലാവരും സന്തോഷമായിരിക്കുന്നു. ഇന്ന് നാം കാണുന്നത് 2025 ലോക സന്തോഷ സൂചികയാണ്, ഹാപ്പിനെസ് ഇൻഡെക്സ്. നമുക്കറിയാം മാർച്ച് 20 ലോക സന്തോഷ ദിനം. അപ്പൊ ഈ മാർച്ച് 20 ലോക സന്തോഷ ദിനത്തിനോട് അനുബന്ധിച്ച് പുറത്തുവിടുന്ന ഒരു റിപ്പോർട്ടാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് അഥവാ ഹാപ്പിനെസ് റിപ്പോർട്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ രാജ്യങ്ങളെ സന്തോഷ സൂചികയുടെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യും. അപ്പൊ സന്തോഷം, ഓരോ രാജ്യത്തും എത്രമാത്രം ജനങ്ങൾക്കിടയിൽ സന്തോഷമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതിനകത്ത് 4 സ്ലൈഡുകളാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാ പരീക്ഷകൾക്കും 10th ക്ലാസ്സിലെ 10th എക്സാം ഉൾപ്പെടെ 10th മെയിൻ പരീക്ഷകൾ ഉൾപ്പെടെ നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് സ്ലൈഡ് ഉറപ്പായിട്ടും പഠിക്കുക. ഡിഗ്രി ലെവൽ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള സ്ലൈഡുകൾ കൂടി കാണുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആകെ എത്ര രാജ്യങ്ങളാണ് ഈ സന്തോഷ സൂചികയിൽ പങ്കെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 147 രാജ്യങ്ങളാണ്. ആകെ പങ്കെടുത്ത രാജ്യങ്ങൾ 147. ഇതിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര? 118. അപ്പൊ 2025 ഇന്ത്യയുടെ റാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ 118 അതേസമയം 2024 റാങ്കാണ് ചോദിക്കുന്നതെങ്കിൽ അത് 126. അപ്പൊ 126 എന്ന സ്ഥാനത്ത് നിന്ന് ഇന്ത്യ പുരോഗതി നേടി 118 എത്തി. അതിന്റെ അർത്ഥം എന്താ? ഇന്ത്യയിൽ ജനങ്ങൾക്ക് കൂടുതൽ സന്തോഷം കിട്ടിത്തുടങ്ങി എന്നൊരു അർത്ഥം കൂടി നമുക്ക് വ്യാഖ്യാനിക്കാം. ഇനി മുന്നോട്ട് വരുമ്പോഴത്തേക്കും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഫിൻലാൻഡാണ്. 1ാം സ്ഥാനത്ത് ഫിൻലാൻഡാണ്. തുടർച്ചയായ 8ാം തവണയാണ് ഫിൻലാൻഡ് 1ാമത് നിൽക്കുന്നത്. അപ്പൊ തുടർച്ചയായ 8ാം തവണയാണ് ഫിൻലാൻഡ് 1ാമത് നിൽക്കുന്നതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി 2-3 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഡെൻമാർക്കും ഐസ്ലാൻഡുമാണ്. അപ്പൊ 1ാം സ്ഥാനത്ത് ഫിൻലാൻഡാണ്. ഫിൻലാൻഡിന്റെ തലസ്ഥാനം നമുക്കറിയാം ഹെൽസിങ്കിയാണ്. ഫിൻലാൻഡ് എന്ന് പറയുന്ന ഒരു സ്കാൻഡിനേവിയൻ രാജ്യം കൂടിയാണ്. 2ാമത് ഡെൻമാർക്ക്, 3ാമത് ഐസ്ലാൻഡ്. എന്നാൽ ഒട്ടും സന്തോഷമില്ലാത്ത രാജ്യം അല്ലെങ്കിൽ സന്തോഷ സൂചികയിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇത്തവണത്തെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത്. കോസ്റ്ററിക്ക, മെക്സിക്കോ, ഇത് രണ്ടും അമേരിക്കൻ ഭൂഖണ്ഡത്തിലുള്ള രാജ്യങ്ങളാണ്. കോസ്റ്ററിക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാം സെൻട്രൽ അമേരിക്കയിലാണ് വരിക. സെൻട്രൽ അമേരിക്കയിലുള്ള ഒരു രാജ്യമാണ് കോസ്റ്ററിക്ക. അതേസമയം വടക്കേ അമേരിക്ക, നോർത്ത് അമേരിക്കയിലുള്ള ഒരു രാജ്യമാണ് മെക്സിക്കോ. ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ആദ്യ 10 റാങ്ക് 1 മുതൽ 10 വരെയുള്ള റാങ്കിൽ എത്തുന്നത് ഇവർ ആദ്യമായിട്ടാണ്. അപ്പൊ 2025 റിപ്പോർട്ടിൽ ആദ്യ 10ൽ ആദ്യമായി എത്തിയ, അപ്പൊ 2025 റിപ്പോർട്ടിൽ ആദ്യ 10ലെത്തിയ, ആദ്യമായിട്ട് ആദ്യ 10ലെത്തിയ 2 രാജ്യങ്ങൾ PSC ചോദിച്ചു കഴിഞ്ഞാൽ അത് കോസ്റ്ററിക്കയും മെക്സിക്കോയുമാണ്. അപ്പൊ ഇന്ത്യയുടെ റാങ്ക് 118. 1ാമത് നിൽക്കുന്നത് ഫിൻലാൻഡ് ആണ്. കൂടുതൽ സാധ്യത അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് കിട്ടാതെ പോകുന്ന ഒരു ചോദ്യം ചോദിച്ചാൽ ഇതായിരിക്കും. കോസ്റ്ററിക്ക, മെക്സിക്കോ ആണ് ആദ്യ 10ലെത്തിയ, ആദ്യമായിട്ടെത്തിയ 2 രാജ്യങ്ങൾ. അപ്പൊ ആ വസ്തുത കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുകയാണ്. അടുത്ത് നമ്മൾ പറഞ്ഞു മാർച്ച് 20 സന്തോഷ ദിനം. 2012 മുതലാണ് UN സന്തോഷ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ മാർച്ച് 20 സന്തോഷ ദിനം 2012 മുതൽ ആചരിക്കാൻ തീരുമാനിച്ചു. ഈ 2012 വേറൊരു പ്രത്യേകത കൂടി നമുക്കൊന്ന് ഓർക്കാമല്ലോ. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്ക് പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയതും 2012. 2012 പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന് കൂടി ഒന്ന് ഈ അവസരത്തിൽ ഓർക്കുക. അടുത്ത ഇത്തവണത്തെ പ്രമേയം, തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെയറിംഗ് ആൻഡ് ഷെയറിംഗ്, കരുതലും പങ്കുവയ്ക്കലും. ഇത്തവണത്തെ പ്രമേയമാണ് കരുതലും പങ്കുവയ്ക്കലും, കെയറിംഗ് ആൻഡ് ഷെയറിംഗ്. സന്തോഷ ദിനത്തിന്റെ പ്രമേയമാണ്. ഇനി ഏത് ഏജൻസിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുക? പ്രധാനമായിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ദ വെൽബീയിങ് റിസർച്ച് സെന്റർ, ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ ഒരു റിസർച്ച് സെന്ററായ ദ വെൽബീയിങ് ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. അവരാരോട് ഒപ്പം ചേർന്നാണ്? യുഎന്റെ ഒരു ഏജൻസിയാണ്, യുണൈറ്റഡ് നേഷൻസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്കുമായി ചേർന്നാണ് ഈ വെൽബീയിങ് റിസർച്ച് സെന്റർ സന്തോഷ സൂചിക പുറത്തുവിടുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെൽബീയിങ് റിസർച്ച് സെന്റർ ആണ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗം. ഇനി ആദ്യമായിട്ട് സന്തോഷ സൂചിക എന്ന് അവതരിപ്പിച്ചത്, ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഒരു രാജ്യമാണ്. അത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂട്ടാനാണ്. ഭൂട്ടാൻ നമുക്കറിയാം ഇന്ത്യയുടെ ഒരു അയൽ രാജ്യമാണ്. ഈ ഭൂട്ടാനാണ് 1970 കാലങ്ങളിൽ സന്തോഷ സൂചിക എന്ന് അവതരിപ്പിക്കുകയും ഭൂട്ടാനിൽ ആദ്യമായിട്ട് ഇൻഡെക്സുകൾ ഏർപ്പെടുത്തുകയും ചെയ്തത്. അപ്പൊ സന്തോഷ സൂചിക എന്ന ആശയം ഉൾക്കൊണ്ടത് UN അല്ലെങ്കിൽ ലോകം ഉൾക്കൊണ്ടത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭൂട്ടാനിൽ നിന്നാണ്.
ഇനി അടുത്ത മറ്റൊരു വസ്തുത, ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ്, സന്തോഷത്തിനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച സ്റ്റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് മധ്യപ്രദേശാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച സ്റ്റേറ്റ്. അറിയാവുന്ന പോലെ മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഭോപ്പാലാണ് മധ്യപ്രദേശിന്റെ തലസ്ഥാനം. അതേപോലെ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയാണ് മോഹൻ യാദവ്. നിലവിൽ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ അത് മോഹൻ യാദവ് ആണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാലും മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സ്റ്റേറ്റും മധ്യപ്രദേശാണെന്ന് കൂടി മധ്യപ്രദേശുമായി ബന്ധപ്പെടുത്തി ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പറഞ്ഞല്ലോ സന്തോഷമാണ് ഇവിടെ പ്രമേയം. ഈ സന്തോഷം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ സന്തോഷത്തിനെയൊക്കെ അളക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. അവ ഏതൊക്കെയാണ്? ഇതൊക്കെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചിലപ്പോൾ കയറി ചോദിച്ചേക്കാം. എത്ര പാരാമീറ്ററുകളിലൂടെയാണ് സന്തോഷ സൂചിക എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കാം. അപ്പൊ 6 ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ 6 പാരാമീറ്ററുകളാണ് മൊത്തത്തിലുള്ളതെന്ന് മനസ്സിലാക്കുക. അതിലൊന്ന് ആഭ്യന്തര ഉൽപാദനത്തിലെ പെർ ക്യാപിറ്റ, അതായത് GDP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ബൗണ്ടറിക്ക് അകത്ത് ഉള്ള ഉൽപാദനം. GDP പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഈ രാജ്യത്തിനകത്ത് ജീവിക്കുന്ന ഓരോരുത്തരുടെയും വരുമാനം അതുകൂടെ നോക്കും GDP പെർ ക്യാപിറ്റ. അല്ലാതെ മൊത്തത്തിൽ രാജ്യത്തിന്റെ GDP നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ആദ്യത്തെ കൺസെപ്റ്റ് നോക്കുന്നത് GDP, ഓരോരുത്തരുടെയും GDP നോക്കുന്നതാണ് GDP പെർ ക്യാപിറ്റ. അടുത്തുള്ളത് സോഷ്യൽ സപ്പോർട്ടാണ്. നമുക്കറിയാം സാമൂഹികമായിട്ടുള്ള സേവനങ്ങൾ മറ്റുള്ള സോഷ്യൽ സപ്പോർട്ട് എത്ര വിധത്തിലാണ് നമ്മുടെ രാജ്യത്തുള്ളത്. മൂന്നാമത് ഹെൽത്തി ലൈഫ് എക്സ്പെക്ടൻസി, നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ആയുർദൈർഘ്യം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ നോക്കുക. അടുത്ത 4ാമത് സ്വാതന്ത്ര്യം, ഫ്രീഡം. 5ാമത് ജനറോസിറ്റി, നമുക്കറിയാം സർക്കാരിന്റെ പല സേവനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് നൽകുന്നു, ആ ജനറോസിറ്റി. 6ാമത് കറപ്ഷൻ കുറവ്, അഴിമതി കുറവ്. ഇതൊക്കെയാണ് നോക്കുന്നത്. അഴിമതിയൊക്കെ വരുന്നതാണ് ഈ 6 പാരാമീറ്റേഴ്സ്. അപ്പൊ 6 പാരാമീറ്റേഴ്സ് ആണുള്ളത്. 1 GDP പെർ ക്യാപിറ്റ, 2 സോഷ്യൽ സപ്പോർട്ട്, 3 ആയുർദൈർഘ്യം ലൈഫ് എക്സ്പെക്ടൻസി, 4 ഫ്രീഡം, 5 ജനറോസിറ്റി, 6 അഴിമതി ഇല്ലായ്മ. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ടാണ് ഈ 6 പാരാമീറ്റേഴ്സിനെ വെച്ചിട്ടാണ് അവർ സൂചിക തയ്യാറാക്കുന്നത്. അതിലൊരു പോയിന്റ് വരും, ആ പോയിന്റിനനുസരിച്ച് രാജ്യങ്ങളെ റാങ്ക് ചെയ്യും. അപ്പൊ അതിനകത്ത് 1ാമതെത്തിയ രാജ്യമാണ് ഫിൻലാൻഡ്, 2ാമതെത്തിയത് ഡെൻമാർക്ക്, 3ാമത് ഐസ്ലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ 118ആണ്. ഇനി ലാസ്റ്റ് സ്ലൈഡാണ്. ഇത് നിങ്ങൾക്കുള്ളൊരു നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇന്ത്യയുടെ റാങ്കുകളാണ് 2024, 2025 ലോക ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.